നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഹൃദ്രോഗം ഇപ്പോൾ കൂടി വരുന്ന സാഹചര്യമാണുള്ളത്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ. ജീവിതശൈലിയിൽ വന്ന മാറ്റവും ശരിയായ ഭക്ഷണത്തിന്റെ അഭാവവും വ്യായാമക്കുറവുമൊക്കെ ഹൃദയാരോഗ്യത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഹൃദയാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ കെ ശിവപ്രസാദാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, ഹൃദ്രോഗം വല്ലാതെ കൂടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഹൃദ്രോഗം വരാനുള്ള കാരണം എന്താണ്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ? ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം കൂടുന്നു എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. പൊതുവേ ഹൃദ്രോഗങ്ങൾ പൊതുവെ കൂടി വരുന്ന സാഹചര്യമാണ്. നമ്മുടെ മാറിയ ജീവിതചര്യയും അനാരോഗ്യകരമായ ഭക്ഷണശീലവും അതുപോലെ വ്യായാമക്കുറവുമാണ് പ്രധാനമായും ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളായ പ്രമേഹ രോഗം, രക്തസമ്മർദ്ദം, അമിതമായ കൊഴുപ്പ് രക്തത്തിൽ ഇവയൊക്കെ ഉണ്ടാക്കുന്നത്. ഈ മൂന്നും ചേരുകയും അതോടൊപ്പം പുകവലി ശീലം തുടങ്ങുന്നതും ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വരുന്നതിന് കാരണമാകുന്നു. പ്രധാനമായിട്ടും നമ്മളെ മെഡിക്കൽ കോളേജിൽ കാണാറുള്ളത് 40 വയസ്സിന് താഴെ ഹൃദ്രോഗത്തിന് അടിമപ്പെട്ട് ആൻജിയോപ്ലാസ്റ്റി ചികിത്സ തേടി എത്തുന്ന രോഗികളുടെ എണ്ണം തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിന് പ്രധാനമായിട്ട് പറയാവുന്ന കാരണങ്ങൾ. ജീവിതശൈലിയിൽ വന്ന വ്യത്യാസം. ഡോക്ടർ, ജീവിതശൈലി രോഗങ്ങൾ ഹൃദ്രോഗത്തിന് എത്രത്തോളം കാരണമാവുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ തന്നെയാണ് ഹൃദ്രോഗത്തിനിടയാക്കുന്ന ഘടകങ്ങളെ ഉണ്ടാക്കുന്നത്. അതായത് ജീവിതശൈലിയിൽ നമ്മൾ പറയുന്ന അനാരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമമില്ലായ്മ, ഇതൊക്കെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നു, പ്രമേഹ രോഗം വരുന്നതിന് സഹായകമാകുന്നു, രക്തസമ്മർദ്ദം കൂടുന്നു, അതുപോലെ കൊഴുപ്പുകളുടെ അളവും കൂടുന്നു. അതോടൊപ്പം പുതിയ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ജോലി സമ്പാദിക്കാനുള്ള വ്യഗ്രത, അതിൽ ജോലിയിൽ ഉന്നതനാകാനുള്ള വ്യഗ്രത, ഇതൊക്കെ മാനസിക സമ്മർദ്ദം ഏറെ ഉണ്ടാക്കുന്നു. ഈ മാനസിക സമ്മർദ്ദവും അതോടൊപ്പം അനാരോഗ്യകരമായ ഭക്ഷണശീലവും വിശ്രമമില്ലാതെ മിതമായി ഉറക്കം കിട്ടാതെയുള്ള ജോലി സമയങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ശരീരത്തിൽ സ്ട്രെസ്സ് കൂടുതലാക്കുന്നു. ഈ സ്ട്രെസ്സ് കൂടുതലാകുന്നത് കൊണ്ട് ഹൃദയാഘാതത്തിലേക്ക് വഴിതെളിക്കുന്ന ഘടകങ്ങൾ വളരെ കൂടുതലായി ആ വ്യക്തിക്കുണ്ടാവുകയും അവസാനം ഹൃദ്രോഗത്തിന് അടിമപ്പെടുകയും ചെയ്യുന്നു. ഡോക്ടർ, നമ്മുടെ ഹൃദയാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം? അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒന്ന് ആരോഗ്യകരമായ ഭക്ഷണശീലം. അതായത് നമ്മൾ ഭക്ഷിക്കുന്ന കഴിയുന്നതും നാരടങ്ങിയ ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ കഴിക്കുക, മീനിലെ പ്രോട്ടീൻ മാംസാഹാരം ഉപയോഗിക്കുക, ചുമന്ന മാംസാഹാരങ്ങൾ വർജിക്കുക. കാരണം അത് ഹൃദ്രോഗത്തിന് ഇടയാക്കുന്ന കൊഴുപ്പുകളെ കൂട്ടുന്നതിന് പ്രേരകമാകും. അതുപോലെ നമ്മൾ ധാന്യങ്ങൾ കഴിക്കുമ്പോൾ പലപ്പോഴും റിഫൈൻഡ് ധാന്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക. അതിന് പകരം മുഴുധാന്യങ്ങളിൽ നിന്ന് പൊടിച്ചെടുക്കുന്ന മാവ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ശീലിക്കുക. ക്രമമായ വ്യായാമം, അത് ക്രമമായെന്ന് പറഞ്ഞാൽ ദിവസേന ചെയ്യണം. 30 മുതൽ 45 വരെയുള്ള വ്യായാമ ദൈർഘ്യമാണ് വേണ്ടത്. അതുപോലെ പ്രമേഹമുണ്ടോ എന്ന് നേരത്തെ തന്നെ രക്തപരിശോധന നടത്തി അറിയുക, ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കുക. രക്തസമ്മർദ്ദം അളന്നു നോക്കി തിട്ടപ്പെടുത്തി അത് ക്രമമായിട്ട് നിയന്ത്രിക്കുക. വേണമെങ്കിൽ മരുന്നുകളുടെ സഹായത്തോടെ കൊഴുപ്പുകൾ ഉണ്ടെങ്കിൽ അത് കൂടുതലാണെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുക. ഇവയൊക്കെ തന്നെയാണ് ഏറ്റവും ലഘുവായി ഒരാൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ഹൃദ്രോഗത്തിന് ഒരു 40 മുതൽ 50% വരെ തടയാനാകും. അതുപോലെ പുകവലി ശീലം, നേരത്തെ പറഞ്ഞു പുകവലി ശീലം, അമിതമായ ഈ ശീലം പുകവലി മൂലമുള്ള ഹൃദ്രോഗങ്ങൾക്കിടയാക്കുന്നു. ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗങ്ങളുടെ ഏറ്റവും പ്രധാന വില്ലൻ പുകവലി തന്നെയാണ്. ഡോക്ടർ, ഇപ്പോൾ ഹൃദ്രോഗത്തിന്റെ സംരക്ഷണത്തിന് വ്യായാമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതിൽ നടത്തത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? എന്നോട് ഇതിനെക്കുറിച്ച് ആരായുന്ന എല്ലാവരോടും പറയുന്നത്, ഏറ്റവും എളുപ്പം ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന കാര്യമാണ് നടത്തം. അതിന് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല. ഇപ്പോൾ ഒരു കളിയിൽ ഏർപ്പെടാൻ പറഞ്ഞാലും മറ്റൊരു സുഹൃത്ത് ആവശ്യമുണ്ട്. അതുപോലെ നീന്തലാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന് നല്ലൊരു നീന്തൽ കുളം വേണം. ഷട്ടിൽ കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ബാഡ്മിൻ്റൺ കളിക്കാനാണെങ്കിൽ അതിനൊരു പാർട്ട്ണർ വേണം. നടത്തത്തിന് അങ്ങനെ ഒന്നും ആവശ്യമില്ല. കാലാവസ്ഥ നല്ലപോലെ സഹായിക്കുന്നു എന്നുണ്ടെങ്കിൽ
ആ പറയുന്ന വ്യക്തിക്ക് സന്ധി സംബന്ധമായ രോഗങ്ങളൊന്നുമില്ലെങ്കിൽ നടത്തയാണ് ഏറ്റവും ഫലപ്രദമായ വ്യായാമം. അത് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വേഗത അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വേഗത്തിൽ നടക്കാം, മെല്ലെ നടക്കാം, കൂടുതൽ നേരം നടക്കാം. അതൊന്നും ആരും ഒരു തടസ്സമാകുന്നില്ല. അതുപോലെ കൃത്യമായി അത് ചെയ്യാനും സാധിക്കും. ചെയ്യുന്നത് വഴി ഓരോ ദിവസവും വേഗത കൂട്ടി അല്ലെ നടക്കുന്ന ദൈർഘ്യം കൂട്ടിക്കൊണ്ടുവരാം. ഇതെല്ലാം തന്നെ ഹൃദയത്തിന് ഉത്തേജിപ്പിക്കുന്ന ഒരു വ്യായാമം തന്നെയാണ്. ഹൃദയത്തിന് മാത്രമല്ല, ശരീരത്തിൻ്റെ എല്ലാ കലകൾക്കും അത് ഗുണം ചെയ്യും. മാത്രമല്ല, പ്രമേഹ രോഗ നിയന്ത്രണത്തിനും രക്തസമ്മർദ്ദ നിയന്ത്രണത്തിനും കൊഴുപ്പ് നിയന്ത്രണത്തിനും ഏറെ പങ്കുവഹിക്കുന്നുണ്ട്. ഡോക്ടർ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം ഏത് പ്രായം തൊട്ട് ശ്രദ്ധിച്ചു തുടങ്ങേണ്ടതുണ്ട്? നമ്മൾ പണ്ടൊക്കെ പറയാറുള്ളത് 55 വയസ്സ് കഴിയുന്ന പുരുഷന്മാരിലും 65 വയസ്സ് കഴിയുന്ന സ്ത്രീകളിലുമാണ് ഹൃദ്രോഗം സാധാരണയായി കണ്ടുവരുന്നത് എന്നാണ്. എന്നാൽ ആ രീതി മാറി ചെറുപ്പക്കാരിലും ഇപ്പോൾ ഹൃദ്രോഗം കാണുന്നുണ്ട്. അതായത് 23, ഞാൻ വാർത്താ സമ്മേളനത്തിൽ ഒരിക്കൽ പറയുകയുണ്ടായി, 23 വയസ്സുകാരന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്ക് മെഡിക്കൽ കോളേജിൽ ഉണ്ടായി. അങ്ങനെ ആലോചിക്കുമ്പോൾ ഇവരെല്ലാം തന്നെ ചെറുപ്പക്കാരിൽ പുകവലി ശീലം വളരെ കുറഞ്ഞു തുടങ്ങുന്നു എങ്കിലും 12 വയസ്സ്, 13 വയസ്സ്, 14 വയസ്സ്, 15 വയസ്സ് ഈ കാലഘട്ടത്തിൽ അവർ പുകവലിക്ക് അടിമപ്പെടുന്നു, പുകവലിയിലേക്ക് വ്യാപൃതനാകുന്നു. അപ്പോൾ അവർക്ക് വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ പരിശോധനകൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഏതാണ്ട് 20 വയസ്സ് തുടങ്ങി ഹൃദ്രോഗത്തിന് സാധ്യതയുള്ള പരിശോധനകൾ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ്, അതുപോലെ രക്തസമ്മർദ്ദം ഒരിക്കലെങ്കിലും അളക്കുക. ഇത് പ്രാവർത്തികമാക്കാമെങ്കിൽ ഒരു വേള നമുക്ക് നേരത്തെ തന്നെ ഈ അപകടങ്ങളെ നേരിട്ടറിയാനും അതിന് വേണ്ട മുൻകരുതൽ എടുക്കാനും സാധിക്കും. അങ്ങനെ ചെയ്താൽ ഹൃദ്രോഗത്തിനെ തടയാനും സാധിക്കും. അതുപോലെ അവരെ പുകവലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനും സാധിക്കും. ഡോക്ടർ, നമുക്ക് ഹൃദ്രോഗം എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഏറ്റവും പ്രധാനമായിട്ട് ഹൃദ്രോഗബാധിതനാകുമ്പോൾ അറ്റാക്കാണ് എന്ന് നമ്മൾ പറയുന്നത് സാധാരണ നെഞ്ചിൻ്റെ നടുഭാഗത്ത് വരുന്ന കലശലായ വേദന, അല്ലെങ്കിൽ വേദനയല്ല ഒരു വിമ്മിഷ്ടം, അതുമല്ലെങ്കിൽ എന്തോ ഒരു ഭാരം വെച്ച മാതിരി ഒരു വിങ്ങൽ, അല്ലെങ്കിൽ ഒരു എരിച്ചിൽ പോലെ, അല്ലെങ്കിൽ ഒരു നീറ്റൽ പോലെ എന്തോ തിങ്ങി നിറഞ്ഞിരിക്കുന്നു, അത് ഒരു സോഡ കുടിച്ച് ഗ്യാസ് പോയി കഴിഞ്ഞാൽ മാറും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഒരു ചെറുപ്പക്കാരനിൽ ഉണ്ടായാൽ, 45 വയസ്സിന് മുകളിൽ ആർക്കുണ്ടായാലും ഇത് ഹൃദ്രോഗ ലക്ഷണമാണോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. കൂട്ടത്തിൽ വേദനയോടൊപ്പം ചിലപ്പോൾ ശ്വാസമുട്ടൽ അനുഭവപ്പെടാം, അമിതമായിട്ട് വിയർക്കാം, അല്ലെങ്കിൽ അകാരണമായിട്ടൊരു ക്ഷീണം അനുഭവപ്പെടാം. ചിലപ്പോൾ താടിയെല്ലിലേക്കോ കൈയിലേക്കോ ഈ പ്രയാസം വ്യാപിക്കാം. ചിലപ്പോൾ പൊക്കിളിന് മുകളിലേക്ക് വയറിൻ്റെ ഭാഗത്തൊരു എരിച്ചിൽ പോലെ ആയിരിക്കും ഇത് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഇതുവരെ ഗ്യാസിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരു പർട്ടിക്കുലർ ആഹാരം കഴിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യാപൃതനാകുമ്പോൾ ഈ പറഞ്ഞ ഗ്യാസ് പോലത്തെ ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ECG എടുത്ത് ഹൃദ്രോഗമല്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും അപകടം സംഭവിക്കുന്നത് എനിക്ക് ഗ്യാസ് ആണെന്ന് തോന്നുന്നു, ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം, അല്ലെങ്കിൽ ഒരു സോഡ കുടിച്ചിട്ട് വരാം, അങ്ങനെ അവഗണിക്കുമ്പോൾ, ECG എടുക്കാതിരിക്കുമ്പോൾ ഹൃദ്രോഗം നിർണയം സാധ്യമല്ലാതെ വരുന്നു. അവർ ചിലപ്പോൾ ഈ അപകടം കൂടുതലായി മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, ഈ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഇപ്പോൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? അതുപോലെ ഈ കുഴഞ്ഞു വീഴുന്ന സാഹചര്യങ്ങളിൽ ഉടൻ നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാന കുഴഞ്ഞു വീണ മരണങ്ങളെല്ലാം ഹൃദ്രോഗബാധയാകണമെന്നില്ല. അത് തലച്ചോറിൻ്റെ രക്തസ്രാവം കൊണ്ടും കുഴഞ്ഞു വീണ് മരിക്കാം. പക്ഷേ സാധാരണയായി കാണുന്നത് സഡൻ കാർഡിയാക് ഡെത്ത് എന്നാണ് ഞങ്ങളുടെ മെഡിക്കൽ ഭാഷയിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അത് ഹൃദ്രോഗബാധം, ഹൃദയാഘാതം മൂലം തന്നെയാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇതിനെന്താണ് പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഹൃദ്രോഗബാധ ഉണ്ടാകുമ്പോൾ ഹൃദയപേശികൾക്ക് കൊടുക്കുന്ന രക്തം നൽകുന്ന രക്തധമനികൾക്ക് അടവ് വന്നിട്ട് പൊടുന്നനെ രക്തഓട്ടം നിലച്ചു പോകുന്നു. അങ്ങനെ നിലച്ചു പോകുമ്പോൾ ഹൃദയപേശികൾക്ക് ആവശ്യമായ രക്തം കിട്ടാതെ വരുന്നു. അപ്പോൾ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റുന്നു. താളക്രമം വന്ന ഹൃദയമിടിപ്പ് ഹൃദയാഘാതത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട കോംപ്ലിക്കേഷനായ കാർഡിയാക് അറസ്റ്റ്, അല്ലെങ്കിൽ ഹൃദയസ്തംഭനത്തിലേക്ക് വഴിതെളിക്കുന്നു. ഇതാണ് മരണകാരണമാകുന്നത്. ഇത് നമുക്ക് ഒരു രോഗി ബസ് സ്റ്റാൻഡിൽ വെച്ചോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചോ ഇങ്ങനെ സംഭവിച്ചാൽ അവരെ ഫലവത്തായി നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് ഉടനെ തന്നെ റെക്കഗ്നൈസ് ചെയ്ത്, സാധാരണ ആൾക്കാർ ചെയ്യുന്ന എങ്ങനെ, അവരെ കാല് തിരുമ്മിക്കൊടുക്കുക, വീശിക്കൊടുക്കുക, അങ്ങനെ നമുക്ക് ഹൃദയം
ഹൃദയം നിന്നുപോയി എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ സാധാരണഗതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ പൾസ് നോക്കും. കരോട്ടിഡ് പൾസ്, റേഡിയൽ പൾസ്, ഇതൊക്കെ ഒന്ന് ഏത് സാധാരണ വ്യക്തിക്കും ട്രെയിനിങ് കൊണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത് കണ്ട് പൾസ് ഇല്ല എന്ന് കാണുവാണെങ്കിൽ ഉടനെ തന്നെ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ, അതായത് ഹൃദയ ശ്വാസ പുനരുജ്ജീവന ചികിത്സ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇതെല്ലാവരും കാണുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ആരംഭിക്കേണ്ടതുമാണ്. കാരണം ആദ്യത്തെ 3 മിനിറ്റിനുള്ളിൽ 3 മുതൽ 6 മിനിറ്റിനുള്ളിൽ നമുക്കിത് ഫലവത്തായിട്ട് ചെയ്ത് രക്തചംക്രമണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ആ രോഗിയെ രക്ഷപ്പെടുത്താനാകും. ഹൃദയാഘാതം പോലുള്ള മരണങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് 50%-ലേറെ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിലാണ്. അത് ഹൃദയസ്തംഭനം മൂലമാണ്. ഇത്തരത്തിലുള്ള CPCR, അതായത് കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ചെയ്യുന്നത് വഴി അവരെ നമുക്ക് ജീവൻ തിരിച്ചു നൽകാവുന്നതാണ്. ഇതിന് എല്ലാ പേരും ട്രെയിനിങ് ചെയ്യണം. ഇതിന് സർക്കാർ പല പാഠ്യപദ്ധതികളും മെഡിക്കൽ വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്കും ഈ സേവനം എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരായാലും അതിനൊരു ട്രെയിനിങ് കിട്ടിയാൽ എത്രയും പെട്ടെന്ന് ഹൃദയശ്വാസ പുനരുജ്ജീവന ചികിത്സ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ മരണത്തിന് അടിമപ്പെടാവുന്ന ആ വ്യക്തിയെ രക്ഷപ്പെടുത്താനാവും. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ്. മുഹമ്മദ്, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ മുഹമ്മദ്. ഹലോ സാർ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്, പറയൂ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. സാറേ, 1990 മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ഇവിടെയൊക്കെ തരിച്ചിട്ടും പുറം വേദനയായിട്ടും നെഞ്ഞിനൊരു അസ്വസ്ഥതായിട്ടൊക്കെ അഡ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ കുറേ കടന്ന് ഒരു 5 ദിവസം കടന്ന് അവിടുന്ന് പോന്നു കഴിഞ്ഞതിന് ശേഷം പുക ഇതുവരെ വെച്ചിട്ടില്ല. എങ്കിലും കൂടി ഇപ്പോൾ മറ്റ് ചികിത്സകളൊന്നും ചെയ്യുന്നില്ല. എങ്കിലും 1-2 ഡോക്ടർമാർ പറഞ്ഞു ആൻജിയോഗ്രാഫിയൊക്കെ ചെയ്യണം, അത് ചെയ്യണതൊക്കെ പറഞ്ഞു. അതും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു അല്പം നടക്കുമ്പോഴത്തിന് നിൽക്കണം. നെഞ്ഞിൽ ഒരു വല്ലാത്തൊരു പ്രയാസം. എന്നിട്ട് കുറച്ച് നിന്ന് കുറേ ശ്വാസം വിട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് നടക്കണം. അപ്പോൾ അത് അല്പ ദൂരം പോലും നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. വയസ്സ് 75 ആയി. അപ്പോൾ ഇതിന് പിന്നെ ആൻജിയോപ്ലാസ്റ്റി അന്ന് പറഞ്ഞിരുന്നു, ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇനി എന്ത് ചെയ്യണം? അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തവരൊക്കെ 10 കൊല്ലം കഴിഞ്ഞാൽ മരിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. എനിക്ക് ഇനി 10 കൊല്ലത്തിനൊന്നും ഇടല്ല, അതിൻ്റെ ഇടയ്ക്കന്നാവും. അത് വേറെ കാര്യം. പിന്നെ എന്താ സാറിൻ്റെ അഭിപ്രായം എന്ന് അറിഞ്ഞാൽ തിരക്കില്ല. എന്നെ പോലെ താങ്കൾക്ക് ഹൃദ്രോഗബാധ 90-ൽ ഉണ്ടായി എന്നല്ലേ പറഞ്ഞത്? അതിനുശേഷം മരുന്നുകളുടെ കാര്യത്തിൽ കൃത്യത ഉണ്ടായില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണം ഹൃദ്രോഗബാധ തന്നെയാണ്. അതായത് ഹൃദയധമനിക്ക് ചുരുക്കം വന്നിട്ട് നടക്കുമ്പോൾ വേണ്ടത്ര രക്തം ഹൃദയപേശികൾക്ക് എത്തിക്കാൻ സാധിക്കാതെ വരുന്ന വിമ്മിഷ്ടമാണ് താങ്കൾക്ക് തുടർന്ന് മുന്നോട്ട് നടക്കാനാവാത്തൊരവസ്ഥ സംജാതമാക്കിയിരിക്കുന്നത്. എത്രയും വേഗം ഒരു ഹൃദ്രോഗ വിദഗ്ധൻ്റെ സേവനം തേടുകയും ആദ്യം ECG പരിശോധന, വേണ്ടി വന്നാൽ എക്സസൈസ് ടെസ്റ്റ്, വ്യായാമ പരിശോധന, അതുപോലെ ആൻജിയോഗ്രാം പരിശോധനയും നടത്തി ഹൃദയത്തിൻ്റെ രക്തധമനികൾക്ക് അടവുണ്ടോ എന്ന് മനസ്സിലാക്കണം. ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് നീക്കം ചെയ്യുന്നത് വഴി താങ്കളുടെ രോഗലക്ഷണങ്ങൾ മാറും. മാത്രമല്ല ഇതിനോടൊപ്പം പ്രധാനമാണ് മരുന്ന് ചികിത്സയും. മരുന്ന് ചികിത്സ നൽകുന്ന വഴി തന്നെ കുറേ ആശ്വാസം കിട്ടും. മരുന്ന് ചികിത്സയിൽ ആശ്വാസം വേണ്ടത്ര കിട്ടിയില്ല എന്നുണ്ടെങ്കിലാണ് ആൻജിയോഗ്രാം ചികിത്സ, ആൻജിയോപ്ലാസ്റ്റി ചികിത്സ, അതുമല്ലെങ്കിൽ ബൈപ്പാസ് സർജറിയൊക്കെ ആവശ്യം വരുന്ന അവസ്ഥ. അതിനെ അകാരണമായിട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വളരെ വിദഗ്ധന്മാരായ ഡോക്ടർമാരുണ്ട്. അവരുടെ സേവനം തേടിയാൽ തന്നെ മതിയാകും. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, സ്ത്രീകളിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത് സ്ത്രീകൾ അവരുടെ ആർത്തവ സമയത്ത് ഹൃദ്രോഗത്തിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആണ്. അത് സംരക്ഷിച്ച ഒരവസ്ഥയാണ്. സാധാരണഗതിയിൽ സ്ത്രൈണ ഹോർമോണുകൾ ഹൃദയാഘാതത്തിന് വഴിതെളിക്കാതെ അവരെ സംരക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നത് ഈ ആർത്തവം ഉള്ള സ്ത്രീകളിൽ പോലും ചിലപ്പോൾ ഹൃദയാഘാതം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും കണ്ട കാരണം അവർക്കുണ്ടാകുന്ന പ്രമേഹ രോഗം അത് കണ്ടുപിടിക്കാതെ പോകുന്നതാകാം, അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ നല്ല രീതിയിൽ അത് ചികിത്സിക്കാത്തത് കൊണ്ടാകാം. ഹൃദ്രോഗത്തിൽ നിന്ന് ഹോർമോൺ വഴി ഹൃദ്രോഗത്തിൽ നിന്ന്
നിന്നുള്ള പരിരക്ഷ അവർക്ക് നഷ്ടമാകുന്നു. അവരുടെ പ്രമേഹ രോഗം കൊണ്ട് അവർ നേരത്തെ തന്നെ ഹൃദ്രോഗത്തിന് അടിമപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് സ്ത്രീകളിൽ പുകവലി ശീലം അത്രയില്ല. ഏതാണ്ട് 5% താഴെ സ്ത്രീകൾ മാത്രമേ പുകവലിക്കുന്നതായി കാണുന്നുള്ളൂ. അതുകൊണ്ട് അതൊരു കാരണമാകുന്നില്ല. പ്രധാന കാരണം പ്രമേഹ രോഗമായിരിക്കാം, രക്തസമ്മർദ്ദമായിരിക്കും. ഇത് രണ്ടുമാണ് സ്ത്രീകളിലെ ഹൃദ്രോഗത്തിന് വഴിതെളിക്കുന്ന ഘടകങ്ങൾ. നേരത്തെ തന്നെ ആ പരിശോധനകൾ നടത്തി അത് കണ്ടുപിടിച്ച് വ്യക്തമായിട്ട് ചികിത്സിച്ചാൽ സ്ത്രീകളെ അതിൽ നിന്ന് സംരക്ഷിക്കാനാകും. ഡോക്ടർ, നിത്യജീവിതത്തിലും അതുപോലെ ജോലിയിലും ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ഹൃദ്രോഗത്തിന് കാരണമാവുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു, മാനസിക പിരിമുറുക്കങ്ങൾ എപ്പോഴും ഒരു 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 വ്യക്തിയുടെ സമ്മർദ്ദത്തെയും അവരുടെ പ്രമേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ നിയന്ത്രണത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കും. മാത്രമല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഹൃദയത്തിൻ്റെ ധമനികളിൽ ഉണ്ടാകുന്ന ചെറിയ പ്ലാക്കുകളുണ്ട്, കൊഴുപ്പടിഞ്ഞുണ്ടാകുന്ന തടസ്സങ്ങൾ. ഈ തടസ്സങ്ങളിൽ ചെറിയ വിള്ളൽ വരാൻ സാധ്യതയുണ്ട്. അതായത് മാനസിക സമ്മർദ്ദമുള്ള വ്യക്തിയുടെ രക്തചംക്രമണത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഹൃദയത്തിൻ്റെ ധമനിയിലുള്ള കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ വിള്ളലുണ്ടാക്കുകയും അതിൽ രക്തക്കട്ടകൾ അടിഞ്ഞ് രക്തകണികകൾ അടിഞ്ഞ് ഹാർട്ട് ബ്ലോക്ക്, രക്തധമനി ബ്ലോക്ക് ആകുമ്പോൾ അവർ ഹൃദയാഘാതത്തിന് അടിമപ്പെടുന്നു. അപ്പോൾ മാനസിക പിരിമുറുക്കം എപ്പോഴും ഹൃദയാഘാതത്തിന് വഴി തെളിക്കാവുന്ന ഒരു പ്രധാന ഘടകമാണ്. മാത്രമല്ല, മാനസിക സമ്മർദ്ദം ഹൃദയപേശികളെയും അതിൻ്റെ പ്രവർത്തനത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. ഡോക്ടർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഈ തടയാനായിട്ട്? അതെ ഡോക്ടർ. ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ പുകവലി ശീലമുള്ള ആളാണെങ്കിൽ പുകവലി ശീലം ഉപേക്ഷിക്കുക. റിലാക്സേഷൻ ടെക്നിക്സ്, എപ്പോഴൊക്കെ നമുക്കൊരു തിരക്കിട്ട ജോലിയിൽ നിന്ന് റിലാക്സേഷൻ അവസരം കിട്ടുമോ അത് റിലാക്സേഷൻ തീർച്ചയായിട്ടും അനുഭവിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുക. പക്ഷേ അതൊരിക്കലും നമ്മുടെ ജോലി മാറ്റി വെച്ചുകൊണ്ടാകണമെന്നില്ല. ജോലി സമയം ക്രമപ്പെടുത്തി മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുക. അതുപോലെ പ്രമേഹ രോഗമുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് നിയന്ത്രണ വിധേയമാക്കണം. കൊഴുപ്പിൻ്റെ അളവ് നിയന്ത്രിച്ച്, കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ ആഹാര ക്രമീകരണവും അതിന് വേണ്ട മരുന്നുകളും കഴിച്ചാൽ അത് നിയന്ത്രണത്തിലാകും. അതുപോലെ നമുക്ക് വേണ്ടത്ര ഉറക്കം കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. അമിതമായിട്ട് ഒരു ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഹൃദ്രോഗത്തിന് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ അവരുടെ രക്തസമ്മർദ്ദവും കൂടുതലായിരിക്കും. ഇത്തരം ലഘുവായ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി 50% നമുക്ക് ഹൃദയാഘാതങ്ങളിൽ നിന്ന് മുക്തി നേടാനാകും. ഡോക്ടർ, ഹൃദ്രോഗം വന്നവർക്കുള്ള ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഹൃദ്രോഗം വന്നാൽ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഹൃദയാഘാതം വരുന്ന വ്യക്തി, അതായത് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്ന വ്യക്തിക്ക് രക്തക്കുഴൽ ബ്ലോക്ക് ആകുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. അവർക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഉടനെ തന്നെ ആ ബ്ലോക്ക് മാറ്റാൻ സൗകര്യമുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അവരെ ആൻജിയോപ്ലാസ്റ്റി ചികിത്സയ്ക്ക് വിധേയമാക്കിയാൽ ആ രക്തക്കുഴൽ അടഞ്ഞ് വരാവുന്ന ഡാമേജിൽ നിന്നും ഹൃദയത്തെ സംരക്ഷിക്കാനാവും. അത് അങ്ങനെയല്ല, നടക്കുമ്പോഴുള്ള വേദന നേരത്തെ പറഞ്ഞ രോഗിക്കുണ്ടായതുപോലെ അങ്ങനെയാണെങ്കിൽ അവരെ വിവിധ പരിശോധനകൾക്ക് വിധേയമാക്കി മരുന്ന് ചികിത്സ നൽകി ഹൃദയാഘാതത്തിൽ നിന്ന് എത്തുന്നതിൽ നിന്നും തടയാനാകും. ഡോക്ടർ, ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട്? ഭക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ശീലം എന്ന് പറയാലോ, അമിതമായിട്ട് ജോലിഭാരമുണ്ട്. വീട്ടിൽ പാചകത്തിന് സമയം പലപ്പോഴും കുറവായിരിക്കും. അപ്പോൾ പുറത്ത് ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ഫുഡ് ജോയിൻറ്റിൽ നിന്നോ ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. പലപ്പോഴും സമീകൃതമായ ഒരു ആഹാരമായിരിക്കില്ല, അമിതമായിട്ട് കൊഴുപ്പും ഉപ്പും ചേർന്ന ഭക്ഷണമായിരിക്കും ലഭ്യമാവുക. ചിലപ്പോൾ ഫുഡ് പ്രിസർവേറ്റീവ്സ് ഉണ്ടാകാം. ഇതൊക്കെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. നമുക്ക് കഴിക്കാവുന്ന ഭക്ഷണം നേരത്തെ പറഞ്ഞ പോലെ നാരടങ്ങിയ ഭക്ഷണം, ഉപ്പ് കുറഞ്ഞുള്ള ഭക്ഷണ രീതി, കൊഴുപ്പ് കുറഞ്ഞുള്ള ഭക്ഷണ രീതി, അഥവാ നമുക്ക് മാംസാഹാരം കഴിക്കണമെങ്കിൽ ലീൻ മീറ്റ് എന്ന് പറയുക, വൈറ്റ് മീറ്റ് കഴിക്കുക. അത് ചുമന്ന മാംസാഹാരം വർജിക്കുക. മീനിലെ പ്രോട്ടീൻ കഴിക്കാം. അതുപോലെ വറുത്ത ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കുക.
ഇതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് ഇത്ര അളവ് ഭക്ഷണം കാലറി എന്ന് നമുക്കുണ്ട്. അതനുസരിച്ച് ഭക്ഷണം കഴിച്ചാൽ പൊണ്ണത്തടി കുറയ്ക്കാനാവും. അതുപോലെ തന്നെ ആരോഗ്യകരമായ ഒരു രക്തചംക്രമണം നിലനിർത്താനും ആകും. ഡോക്ടർ, ഈ യോഗ പോലുള്ള വ്യായാമങ്ങൾ ഹൃദ്രോഗത്തെ എത്രത്തോളം പ്രതിരോധിക്കുന്നുണ്ട്? എന്തുതരം വ്യായാമങ്ങൾ? യോഗ പോലുള്ള വ്യായാമം. യോഗ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും രക്തചംക്രമണം പുനഃസ്ഥാപിക്കുന്നതിനും സഹായകരമാണെന്നാണ് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത്. യോഗ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഉപാധിയാണ്. പക്ഷേ അതോടൊപ്പം ഐസോമെട്രിക് എക്സസൈസസ്, ഐസോട്ടോണിക് എക്സസൈസസ് അതും ആവശ്യമാണ്. ഒരു അളവ് വരെ നമ്മൾ എയറോബിക് എക്സസൈസസ് ചെയ്യുക പ്രധാനമാണ്. അതായത് നടത്ത, ജോഗിങ്, ചെറിയ സ്കിപ്പിംഗ് അതൊക്കെ ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ രക്തചംക്രമണം നല്ലവണ്ണം നടത്തിക്കൊണ്ടു പോകാൻ സഹായകമാകും. യോഗ മാനസിക പിരിമുറുക്കം തീർച്ചയായിട്ടും കുറയ്ക്കും. അതുപോലെ രക്തസമ്മർദ്ദം ഒരളവ് വരെ നിയന്ത്രിക്കുന്നതിന് സഹായകമാകും. പ്രമേഹ രോഗം നിയന്ത്രിക്കുന്ന സഹായകമാകും. എന്നാലും നമുക്ക് ഒരു മിക്സ്ഡ് ടൈപ്പ് യോഗ മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ അത് മാത്രം പോരാ. മറ്റു തരത്തിലുള്ള വ്യായാമങ്ങളിൽ കൂടി ഏർപ്പെടേണ്ട ഒരാവശ്യമുണ്ട്. ഡോക്ടർ, ഹൃദ്രോഗമുള്ളവരും ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞവരും പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ടും ഹൃദയത്തിന് ചികിത്സ കഴിയുന്ന, അതായത് ആൻജിയോപ്ലാസ്റ്റി ചികിത്സ കഴിയുന്നവരാണ് ഞങ്ങൾ കൂടുതൽ ബന്ധപ്പെടാറ്. അതുപോലെ ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞവരും ഇവർക്കൊക്കെ തന്നെ വീണ്ടും ഹൃദയാഘാതം വരാതിരിക്കാനുള്ള മുൻകരുതലായിട്ട് മരുന്നുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ബ്ലോക്ക് മാറ്റാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റെൻറ്റുകളുണ്ട്. അത് ലോഹനിർമ്മിതമായ ചെറിയ ട്യൂബുകളാണ്. നമ്മുടെ ബോൾ പെന്നിൽ ഒരു സ്പ്രിങ് പോലൊരു സാധനം കാണും. ഏതാണ്ട് അതിൻ്റെ തന്നെ വളരെ നേരിയ കമ്പി ഉപയോഗിച്ച് ചെയ്യുന്ന സംഗതിയാണ് സ്റ്റെൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് രക്തക്കുഴലിൽ ബ്ലോക്ക് വരുമ്പോൾ അതിനെ ബ്ലോക്ക് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഒരു വിദേശ വസ്തു ആയതുകൊണ്ട്, വിദേശ വസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരു വസ്തു ആയതുകൊണ്ട് അതിൽ രക്തം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാൻ പറയും. പല രോഗികളും ഗവൺമെൻറ്റിൻ്റെ, സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി പ്രകാരം സൗജന്യമായി ചികിത്സ തേടുകയും അതിൻ്റെ വില അവർ മനസ്സിലാക്കി ഈ മരുന്നുകൾ 1-2 മാസം കഴിച്ചിട്ട് നിർത്തുകയും ചെയ്യും. അങ്ങനെ നിർത്തുന്ന രോഗികൾ പലപ്പോഴും വീണ്ടും ഗുരുതരമായ ഹൃദയാഘാതമായിട്ട് ഞങ്ങളെ സമീപിക്കാറുണ്ട്. പലപ്പോഴും ഫലവത്തായ ചികിത്സ നൽകാനാവാത്തൊരവസ്ഥ സംജാതമാകാറുണ്ട്. അപ്പോൾ ഹൃദ്രോഗ ചികിത്സ കഴിഞ്ഞവർ അവർ നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർച്ചയായി കഴിക്കണം. കാലാകാലങ്ങളിൽ ഡോക്ടറെ കണ്ട് മരുന്നുകളിൽ വ്യത്യാസം വരുത്തണം. ഒരു കാരണവശാലും മരുന്ന് സ്വമേധയാ നിർത്തി മരുന്നൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകരുത്. വീണ്ടും ഗുരുതരമായ ഹൃദയാഘാതവും ചിലപ്പോൾ മരണത്തിന് വരെ അത് കാരണമാകാം. ഡോക്ടർ, ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞവർ എപ്പോഴൊക്കെ ചെക്കപ്പ് ചെയ്യേണ്ടതുണ്ട്? അതുപോലെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഈ ഭക്ഷണക്രമം ഹൃദ്രോഗം വന്ന് അതിന് ചികിത്സ തേടുന്നവരും അല്ലാതെ ഹൃദ്രോഗത്തിന് സാധ്യതയുള്ള ഘടകങ്ങൾ ഉള്ളവരും ഭക്ഷണത്തിലെ ശ്രദ്ധ വേണമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എത്ര ഇടപെട്ട് അവർ ഡോക്ടറെ കാണണം. ഞങ്ങൾ സാധാരണ പറയാറുള്ളത് ഹൃദ്രോഗബാധ കഴിഞ്ഞാൽ അവരെ ഡിസ്ചാർജ് ചെയ്ത് പോകും. 5 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആക്കും, 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ. അതിനുശേഷം അവർ 2 ആഴ്ച കഴിഞ്ഞ് ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് വരുന്നു. പിന്നെ 1 മാസം കഴിയുമ്പോൾ വരുന്നു. പിന്നെ 3 മാസത്തിലൊരിക്കലാണ് ഞങ്ങൾ ചെക്കപ്പ് നിർദ്ദേശിക്കാറുള്ളത്. അവർ കാർഡിയോളജി ഡോക്ടറെ തന്നെ മെഡിക്കൽ കോളേജിൽ വന്ന് കാണണം എന്നില്ല. അവർക്ക് സമീപത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് രക്തസമ്മർദ്ദവും കൊഴുപ്പിൻ്റെ അളവും പഞ്ചസാരയുടെ അളവും നിയന്ത്രിക്കുക, വ്യായാമം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഹൃദ്രോഗ ശസ്ത്രക്രിയ കഴിഞ്ഞാലും ഏതാണ്ട് ഇതേ മാതൃകയിൽ തന്നെയാണ് അവരുടെ ഫോളോ അപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം അറിയാനുള്ളത്, എത്രയും പെട്ടെന്ന് അവരുടെ പണ്ടുണ്ടായിരുന്ന ജീവിതശൈലിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും അവർ ഒരു ഏണിംഗ് മെമ്പറായിട്ട്, അതായത് നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങൾ വരികയാണ്, അതൊക്കെ തരണം ചെയ്യാൻ ഇവർ ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കാനുള്ള വ്യായാമ മുറകൾ ശീലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് നമ്മൾ കാർഡിയാക് റീഹാബിലിറ്റേഷൻ എന്നാണ് പറയുക. അപ്പോൾ പല രോഗികളെയും ഞങ്ങൾ നടത്തിച്ച് പറയാറുണ്ട്, അവർക്ക് നിർദ്ദേശം നൽകി വിടാറുണ്ട്. അത് കഴിഞ്ഞ് അവരുടെ ജോലിയിലേക്ക് ക്രമമായി ഏർപ്പെടുക. ആദ്യമേ കടുത്ത ജോലി ചെയ്യാതെ ചെറിയ ജോലിയിൽ ഏർപ്പെട്ട് ക്രമേണ കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക എന്നുള്ളൊരു ശൈലിയാണ് അവലംബിക്കേണ്ടത്. ശരി ഡോക്ടർ, വ്യക്തമാണ്.
ഹൃദയാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ കെ ശിവപ്രസാദാണ്. ഡോക്ടർ നന്ദി. നമസ്തേ. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.